സ്തോത്രം. ഒരു വിശുദ്ധ പകൽക്കാലം കൂടി ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരു ഭാഗ്യം നിന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യു കെയിൽ നിന്ന് കടന്നു വന്നിട്ട് 1 മാസത്തോളം പൂർത്തിയാകുന്നു. ഈ സമയം വരെയും ദൈവത്തിൻ്റെ വിശ്വസ്തത സൂക്ഷിപ്പൊക്കെയും അനുഭവിപ്പാൻ കർത്താവ് ചെയ്ത എല്ലാ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ സഭയിൽ കടന്നു വരുവാൻ ഒരു പ്രാവശ്യം കൂടി ദൈവം ഒരവസരം തന്നു. പ്രത്യേക കർത്താവിൻ്റെ ദാസൻ അലക്സ് കൊണ്ടാഴി, ഇവിടെ ആയിരിക്കുന്ന മറ്റ് കർത്തൃദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. അതിനാധാരമായ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 17-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 8, റോമൻസ് ചാപ്റ്റർ 8:17. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് കേൾപ്പിച്ച ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ തന്നെ അതിന് ആശീർവാദം പറഞ്ഞിട്ടുണ്ടാകാം. ഹല്ലേലൂയ. ദൈവത്തിന് എപ്പോഴും ഒരു പുതിയ കാര്യം നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ദൈവത്തിന് എപ്പോഴും ഒരു പുതിയ വസ്തുത നമ്മളോട് കൈമാറുവാനുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, സ്തോത്രം. എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനായി, യേശുവേ നീയോർത്തതിനായി, എന്നെ നീ മാനിച്ചതിനായി, എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനായി, യേശുവേ നീയോർത്തതിനായി, എന്നെ നീ മാനിച്ചതിനായി, എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ, സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി, യോഗ്യനേശുവേ യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ, യോഗ്യനേശുവേ യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി, എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ ഉന്നതനാക്കിയത് കർത്താവിൻ്റെ സൗമ്യതയാണ്.
നമ്മൾ ഇന്ന് കേട്ടതുപോലെ, കർത്താവിൻ്റെ ദാസനോട് കേട്ടതുപോലെ, സ്തോത്രം, അവൻ ഉരിയാടാതെ ഊമനായി റോമൻ കത്തരിക്കുന്നതിനോട് മുമ്പാകെ മിണ്ടാതെ ഇരുന്ന ഒരു കുഞ്ഞാടിനെ പോലെ ഇരുന്നത് കൊണ്ടാണ് ഞാനും നീയും ഇന്ന് വലിയ ആള് കളിച്ച് ആരോ ആണെന്ന് ചമഞ്ഞ് നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം, നമ്മളെ കേൾപ്പിച്ച വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, and if children then heirs of God and joint heirs with Christ, if infant we suffer with him so that we may also be glorified with him. Hallelujah. സ്തോത്രം. നാം മക്കളെങ്കിലോ അവകാശികൾ. ഇന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, സ്തോത്രം, അതിനോട് ബന്ധപ്പെട്ട് നമ്മെ ദൈവം വിളിച്ച് നമ്മെ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മളെ അവൻ്റെ പ്രിയ മക്കളാക്കിയതിനെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. കർത്താവിൻ്റെ മകനും മകളുമാണ് ഞാനെന്ന് ഉറപ്പുള്ളവർ മാത്രം കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നല്ല ശബ്ദത്തിൽ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചു. 2-3 ദൂതുകൾ മുമ്പോട്ട് വരുമ്പോൾ ഞാൻ ഇതേ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കും. സ്തോത്രം. അപ്പോൾ ഈ പവറും ഈ ശക്തി നിങ്ങൾക്ക് കാണണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. സ്തോത്രം. നമ്മൾ ദൈവമക്കൾ, നമ്മൾ അവകാശപ്പെടുന്നത് നാം കർത്താവിൻ്റെ മക്കളും ആരാണ്? അവകാശികളുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികൾ. എന്നാൽ സത്യത്തിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത് അവകാശമാണ്. എന്ന് വെച്ചാൽ ഒരു അതോറിറ്റി. ശ്രദ്ധിച്ചേക്കണം. സ്തോത്രം. നാം ദൈവമക്കളാകുവാൻ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു അതോറിറ്റിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏവർക്കും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ആർക്കും ദൈവമക്കളാകുവാൻ അവൻ എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അതോറിറ്റിയാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മളെക്കാൾ കൂടുതൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്. സ്തോത്രം. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് ഏറ്റവും കൂടുതൽ താൻ പിൻപറ്റിക്കൊണ്ടിരുന്നത്. മഹാത്മാഗാന്ധിജി തൻ്റെ പുസ്തകങ്ങളിലുടനീളം സുവിശേഷങ്ങളിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചാണ് താൻ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഡൽഹിയുടെ എക്സ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കെജ്രിവാൾ, അദ്ദേഹവും ക്രിസ്തുവിൻ്റെ വചനത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് താൻ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്തിനേറെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പോലും യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. സ്തോത്രം. ഇവർക്കൊക്കെ ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ദൈവ മക്കളാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവരൊക്കെയും ലോകത്തിന്റെ ദൈവങ്ങളെ സേവിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇനി ഞാൻ ദൂതിലേക്ക് വരുമ്പോൾ ഈ അധികാരവും ഈ അവകാശവും ആർക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ വെളിപ്പെടുത്തിയിട്ട് വേഗം ഇവിടേക്ക് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് വളരെ അധികാരത്തോടാണ് പറയുന്നത്, എന്താണ്? നാം മകനാണ്, നാം മക്കളാണ്, അല്ലെ ഞാൻ മകളാണ്. സ്തോത്രം. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. സ്തോത്രം. ദാറ്റ് മീൻസ് ഗോഡ് ഹാസ് ഗിവൺ ദ പെർമിഷൻ ടു ബിക്കം സൺ ഓർ ഡോട്ടർ. സ്തോത്രം. നമ്മൾ ആ അധികാരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, പാസ്റ്റർ അല്ല ദേവദാസ അല്ല സ്മിത്തെ, ഞാൻ ഇത്ര വർഷമായി സ്നാനപ്പെട്ടിട്ട് ഇത്ര വർഷമായി സഭയെ വരുന്നു. ഓഫ് കോഴ്സ്. എന്തോ ചോദ്യമായത്? അധികാരമില്ലാതെ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ. മകളാകാതെ മകനാകാതെ ഇവിടെ തിരുവത്താഴം എടുക്കാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. അല്ലേ? തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്ന ഏവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരധികാരമുണ്ട്, ദൈവം സ്നേഹിക്കുന്നവർക്കും ഒരധികാരമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ അതോറിറ്റി നമ്മുടെ മേൽ വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമുക്കറിയാം, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പേ ക്യൂൻ എലിസബത്ത്, ഇംഗ്ലണ്ടിലെ ലോകം മുഴുവൻ അടക്കി വാണോണ്ടിരുന്ന ബ്രിട്ടന്റെ സ്തോത്രം സ്വകാര്യ അഹങ്കാരമായ ക്യൂൻ എലിസബത്ത് മരണപ്പെട്ടു. സ്തോത്രം. മരണപ്പെട്ടതിന് ശേഷം ആ അധികാരത്തിലേക്ക് വരുവാനുള്ള ഒരു ചാൻസ്, അടുത്ത അവകാശം എന്ന് വെച്ചാൽ ആ റോയിൽ വരുന്ന അടുത്ത അവകാശം ചാൾസ് III മൂന്നാമൻ എന്നുള്ള രാജാവിനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹി ഹാസ് ചൂസൺ ടു ബിക്കം കിങ് ഇൻ ദാറ്റ് ലൈനപ്പ്. ആ നിരയിൽ വരുന്നത് അടുത്ത അധികാരത്തിലേക്ക് വരേണ്ടതാരാണ്? ക്യൂൻ എലിസബത്തിന് ശേഷം ചാൾസ് മൂന്നാമനാണ്. സ്തോത്രം. രാജകുടുംബത്തിലെ ക്രമപ്രകാരം അവൻ ആ ക്രമത്തിൽ വന്നുവെന്നേ ഉള്ളൂ. താൻ അധികാരത്തിലേക്ക് കയറിയിട്ടില്ല. താൻ എപ്പോഴാണ് അധികാരത്തിൽ കയറിയെന്നല്ല അറിയാമോ? തൻ്റെ പേര് നിർദ്ദേശിച്ചതിന് ശേഷം
ഹാലലൂയ ചില മാസങ്ങൾ കഴിഞ്ഞ് അവിടെ നിങ്ങളെല്ലാം ലോകം മുഴുവൻ കണ്ടു ഒരു കൊറോണേഷൻ സെറമണി, മണിക്കൂറുകൾ ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു കൊറോണേഷൻ സെറമണി അവിടെ നടന്നു. ഒരു കിരീടാവകാശ ഒരു ചടങ്ങ്. ലോകത്തിലെ പ്രഭുക്കന്മാരായിട്ടുള്ള വലിയ വലിയ ആളുകളെ ക്ഷണിച്ചിരുന്നു. സ്തോത്രം. ഇന്ത്യയിൽ നിന്നും 1-2 പേർക്ക് ക്ഷണം കിട്ടിയെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ആ സ്തോത്രം ഒരു കിരീടാവകാശത്തിന് ശേഷമാണ് താൻ ആ രാജ പദവിയിലേക്ക് എത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ പോയിട്ട് ഒരു 19 വർഷത്തിനടുത്ത UK പോയിട്ട് അവിടെ പോയി 4 വർഷം തുടർച്ചയായി നിൽക്കുന്ന ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അവിടെ ബ്രിട്ടീഷ് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ ഒരു ചാൻസ് ഉണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഞാൻ പറയാം. ഒരു UK അല്ല യൂറോപ്പ് കൺട്രിയിൽ പോയി ഒരു 4 വർഷം നിൽക്കുന്ന ഏതൊരാൾക്കും ബ്രിട്ടീഷ് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ ഒരു റൈറ്റ് ഉണ്ട്. സ്തോത്രം. അതിൻ്റെ എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മളവിടെ 4 വർഷം തുടർച്ചയായി താമസിച്ചിരിക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോകാൻ പാടില്ല, നമ്മളവിടെ ജോലി ചെയ്തിരിക്കണം, ടാക്സ് കൊടുത്തിരിക്കണം, ഇതെല്ലാം അവർ നോക്കും. 4 വർഷത്തിന് ശേഷം നമ്മൾ എലിജിബിലിറ്റി പേപ്പർ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് തരും. എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ ലഭിച്ചു. ഈ നാച്ചുറലൈസേഷൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തു വെച്ചിരിക്കുകയല്ല. ഈ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു എലിജിബിലിറ്റി പേപ്പർ പോലെ അവർ തന്നിട്ട് പിന്നെയും 1 വർഷം കൂടെ നമ്മളെ വാച്ച് ചെയ്തിട്ട് 5-ാമത്തെ വർഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ബ്രിട്ടീഷ് പാസ്പോർട്ട് സെറമണി. നമ്മൾ അല്ലെങ്കിൽ ഒരു ഓത്ത് ചൊല്ലും. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് അവർ കട്ട് ചെയ്തിട്ട് നമ്മുടെ കൈ നീട്ടി വെച്ചിട്ട് ഒരു ബ്രിട്ടീഷിൻ്റെ ഒരു ഓത്ത് നമ്മളെ കൊണ്ട് ചൊല്ലിച്ചിട്ട് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹല്ലേലൂയ, ഈ ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് മനസ്സിലായി. അതിനാ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളായി ഇന്ന് പകൽക്കാലം നാം അവകാശം പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, യഥാർത്ഥമായി ഞാനും നീയും ദൈവ പൈതലാണെങ്കിൽ, ഹല്ലേലൂയ, യഥാർത്ഥമായി ഞാനും നീയും യേശുവിനെ ഞാൻ വിളിച്ചു പറയുന്ന ഒരു പെന്തക്കോസ്തിൻ്റെ പാരമ്പര്യ പെന്തക്കോസ്ത് സഭയോടല്ല, യഥാർത്ഥമായി നിന്റെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചുവെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് യാതൊരു വ്യക്തിയുടെയും ഉപദേശം കൊണ്ട് ആവശ്യമില്ല. നിനക്കറിയാം എനിക്ക് ദൈവമായ ഒരു ബന്ധമുണ്ട്, ഞാൻ അവൻ്റെ മകളാണ്, ഹല്ലേലൂയ, ഞാൻ അവൻ്റെ മകനാണ്, ഹല്ലേലൂയ, സ്തോത്രം. വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം 14-ാം വാക്യം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പേരുകൊണ്ട് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ വാക്യം വായിച്ചു കേൾക്കുമ്പോൾ ഒരു പടിയുടെ അത് സ്തോത്രം ആത്മാവ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരുവാനിടയായിത്തീരും. Hallelujah, സ്തോത്രം. For all who are led by the Spirit of God are children of God. Hallelujah, സ്തോത്രം. അപ്പോൾ നമുക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടുണ്ട്, എങ്കിലും നമ്മൾ ആയിട്ടില്ല. സ്തോത്രം. പിന്നെയും ഒരു പടിയോടെ അവിടെ കിടക്കുന്നുണ്ട്. ദൈവാത്മാവ് നിന്നെ നയിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒരു ദൈവാത്മാവിൻ്റെ ഹല്ലേലൂയ നടത്തപ്രകാരമാണ്, ദൈവാത്മാവ് ചലിപ്പിക്കുന്നിടത്തൂടെയാണ് നീ ചലിക്കുന്നത്, നിന്റെ ട്രാക്ക് അതുവഴിയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, സ്തോത്രം, നിനക്കൊരു പടിയൂടെ എടുത്തു പറയുവാൻ ഞാനൊരു ദൈവത്തിൻ്റെ മകനാണ്, ഞാനൊരു ദൈവത്തിൻ്റെ മകളാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകം നിന്നെ ദുഷിക്കുമ്പോൾ, ഇവിടെ ആരോ പറഞ്ഞു ലോകം പഴിച്ചു, ഒറ്റപ്പെടുത്തി. ലോകം നിന്നെ പഴിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ നിന്റെ ഉള്ളിൽ വലിയൊരു സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ഓർത്തോണം, ഹല്ലേലൂയ, നീ ഒറ്റയ്ക്കല്ല. സ്തോത്രം. ആത്മാവാണ് നിന്നെ വഴി നടത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടവൻ, ഹല്ലേലൂയ, ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവൻ, എല്ലാവരും അപ്പം തിന്നവനും, ഹല്ലേലൂയ, കൂടെ നിന്നവനും, എല്ലാ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവനും, സൗഖ്യം പ്രാപിച്ചവനും, ഹല്ലേലൂയ, സ്തോത്രം. അൻപിൻപാട് ദൂരം മാറി നിന്ന് കരഞ്ഞപ്പോൾ, മുഖം മറച്ചു കളഞ്ഞപ്പോൾ, യേശു ഒറ്റയ്ക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചു കരഞ്ഞപ്പോൾ, ആ ഒറ്റപ്പെടലിന്റെ അത്രയും സഹോദര സഹോദരി നീയും ഞാനും ഒറ്റപ്പെട്ടു പോയിട്ടില്ല ഈ ലോകത്തിൽ. നീ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നീ ഓർത്തോണം, ആരുടെ യോമന പറഞ്ഞതുപോലെ ക്രൂശിലേക്ക് ആ ഒറ്റപ്പെടലിന്റെ അത്രയും ഒന്നും ഒരൊറ്റപ്പെടലും ഈ ലോകത്തിൽ വരികയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവാത്മാവ് നടത്തുന്ന ഏവനും
ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, സ്തോത്രം, അവനെ കൈക്കൊണ്ട് നാം മക്കളെങ്കിലും അവകാശികളാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കുറിച്ച് നമുക്ക് അവകാശം പ്രാപിക്കുവാനുള്ള ഒരു ചാൻസ് ദൈവം തരികയാണ്. അപ്പം നമ്മൾ കർത്താവിനെ വിശ്വസിച്ചു, സ്നേഹിച്ചു, നമ്മൾ സ്നാനപ്പെട്ടു, അതാത് സഭകളിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്തു ആയിത്തീർന്നു. പക്ഷേ ഇനി ഒരു പടിയൂടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവാത്മാവിന്റെ നടത്തപ്പെടൽ അല്ലെങ്കിൽ ദൈവാത്മാവിനുള്ള ഗൈഡൻസൂടെ നീ നടക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ യഥാർത്ഥമായ ആ ഒരു കൈപിടിച്ച് നടക്കുവാനിടയായി തീരും. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സോ ഇന്ന് നമുക്കറിയാം, ഒരുപാട് നാമധേയ പെന്തക്കോസ്തുകാർ കേരളത്തിലുണ്ട്, ഒരുപാട് നാമധേയ പെന്തക്കോസ്തുകാർ ഇന്ത്യയിലുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ വല്യമ്മച്ചി എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ പോകുമ്പോൾ അവിടെ ഈ പൗഡറൊക്കെ ഉണ്ടല്ലോ, ഈ DDT ഒക്കെ, കുട്ടിക്കുറ എന്ന് പറഞ്ഞൊരു പൗഡറുണ്ട്, അതിനകത്ത് എടുത്ത് നോക്കി. ഞാൻ ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ അത് പൗഡർ നല്ല മണമുണ്ട്, മണപ്പിക്കുമ്പോൾ. പക്ഷേ തുറക്കുമ്പോൾ അമ്മച്ചി എന്നെ വഴക്ക് പറയും. കാര്യം അതിനകത്ത് പൗഡറല്ല, DDT ആയിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പല ബന്ധക്കോസ്തുകാരും അങ്ങനെയാണ്. DDT വെച്ചിരിക്കുന്നത് കുട്ടിക്കുറ പൗഡറിന്റെ പാത്രം പോലെയാണ്, നമുക്ക് ഇടാൻ പറ്റത്തില്ല, ചൊറിയും. എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചയിൽ അതിൻ്റെ സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തിരിക്കുന്നത് പുറത്തു വന്നാൽ ഈ ലോകത്തേക്കാൾ ഭയങ്കരവും ഭയാനകവുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിന്റെ അകമേയുള്ളത് നോക്കുമ്പോൾ, ദൈവം നിന്റെ അകത്തെ പരിശോധിക്കുമ്പോൾ, ഓരോ നിമിഷവും നീ കർത്താവിന്റെ തിരുമേശയ്ക്ക് മുമ്പിലേക്ക് വരുമ്പോൾ, നിന്റെ ഹല്ലേലൂയ സ്തോത്രം. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്. അവിടെ നമ്മുടെ നെഞ്ചിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ അസ്ഥികൾക്കകത്തോ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ചുമ്മാ ഒരു ബെഡിലോട്ട് കിടത്തി ഒരു സർക്കിളിനകത്തോട്ട് കയറ്റി അങ്ങോട്ട് വിടും. ഒരു ലൈറ്റ് നമ്മുടെ മേലടിക്കും, നമ്മൾ പോലും അറിയത്തില്ല. പുറത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മുടെ അകത്ത് എവിടെയാണോ സ്പോട്ട് ചെയ്തിരുന്ന പ്രശ്നം, എവിടെയാണോ എല്ലിനൊരു ചെറിയൊരു ക്രാക്ക്, ഒരു മൈനറായിട്ടുള്ളൊരു ക്രാക്ക് ഉണ്ടത്, അത് സ്തോത്രം എക്സ്റേ പേപ്പറിൽ ഇങ്ങോട്ട് പുറത്ത് വരും. നമ്മളെ ഒന്നും ആരും പിടിച്ചുമില്ല, പ്രസ് ചെയ്തുമില്ല. ഒരു ലൈറ്റ് തന്നെ ഇങ്ങനെ നമ്മുടെ ശരീരത്തോട്ട് മിന്നതേ ഉള്ളൂ. ഡോക്ടർ പറയുന്നുണ്ട് ഈ സ്പോട്ടിൽ 2 പൊട്ടല്, ഹല്ലേലൂയ, വാരിയലിന്റെ താഴെ 1 പൊട്ടല്. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിന്റെ എക്സ്റേ ലൈറ്റിലൂടെ നിന്നെ കടത്തിവിട്ടപ്പോൾ ലോകത്തിന് അത്രയും വെളിപ്പെട്ട് വന്നെങ്കിൽ, ഹല്ലേലൂയ, സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്ന, സകലവും നഗ്നവും മലർന്നവുമായിരിക്കുന്ന ദൈവത്തിന് മുമ്പിലേക്ക് നീ വരുമ്പോൾ അവന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. എവരിതിങ് ഈസ് നേക്കഡ് ആൻഡ് ഓപ്പൺ ബിഫോർ ഹിം. ഹല്ലേലൂയ, സ്തോത്രം. പല പെന്തക്കോസ്തുകാരും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കറങ്ങുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഒരു പുരോഗതിയില്ലാതെ, ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ നീ കറങ്ങുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നിന്റെ അകത്ത് നീ വിടേണ്ടതിനെ നീ വിട്ടിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോഴും നീ വിടേണ്ട ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. സ്തോത്രം. പരിശുദ്ധം അതിൽ നിന്നെ ഒന്ന് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ അതിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചില ജഡത്തിന്റെ പ്രവർത്തികളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവുമായി ചേരാത്ത ചില വിഷയങ്ങൾ, ചില വസ്തുതകൾ നമ്മുടെ ജഡത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വാക്കുകളിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ നോട്ടത്തിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ്, ഞാനെന്ന ഭാവത്തിലായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് സഭയ്ക്കകത്തിരിക്കുമ്പോൾ വെളിപ്പെട്ട് വരത്തില്ല. ഇതെപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നറിയാമോ? നീ ഏകയായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നിന്റെ ഞാനെന്നുള്ള ഭാവത്തെ, നിന്റെ ഉള്ളിൽ മുറിയാതെ കിടക്കുന്ന ചില കട്ടകളെ ദൈവാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾക്കറിയാം, നിങ്ങളെക്കാളൊക്കെ നെകളിച്ചും ആകരിച്ചും ഇതുവഴി നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. ഈ ലോകത്തിലെ ഏറ്റവും മര്യാദയില്ലാത്ത വാഹനം ഓടിയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കേരളത്തിലാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നതും കേരളത്തിലാണ്. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു മനുഷ്യനും എന്താ പറയുക, ഒരു ക്ഷമയില്ലാത്ത രീതിയിൽ അങ്ങ് ഓടുകയാണ്. ഒന്ന് നിർത്തി കൊടുക്കാനോ അല്ലെ ഒന്ന് താന്നു കൊടുക്കാനോ ഒന്നും ആർക്കും മനസ്സില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി, മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് മാറി. പക്ഷെ ഇതേ മലയാളി തന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും പോകുമ്പോൾ ഇത്രയും മര്യാദയുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല. സ്തോത്രം. എന്ന് വെച്ചാൽ മലയാളി എവിടെ ചെന്നാലും അതിനനുസരിച്ച് നിൽക്കും. സ്തോത്രമെല്ലാം പോയി. ഹല്ലേലൂയ, സ്തോത്രം. മലയാളിയെ ഉണ്ടല്ലോ ദൈവത്തിന് മയപ്പെടുത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇയാളുടെ പാരമ്പര്യ പെന്തക്കോസ്ത് ഇവിടെ IPCയിലേക്കകത്തൊക്കെ ഇവിടെ ഈ സഭയാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞത്. ഞാൻ പല രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സ്തോത്രം, ഇതിനെല്ലാം സൃഷ്ടിച്ച ദൈവം ഒരുവനാണ്. നമ്മൾ പെന്തക്കോസ്തുകാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മലയാളി കൾച്ചർ പെന്തക്കോസ്താണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ്. നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ രീതികളുമാണ് ഏറ്റവും ടോപ്പ്. നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രാസംഗികരും അങ്ങനെ തന്നെ പഠിപ്പിച്ച് നമ്മുടെ ബുദ്ധിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ആക്കി. പക്ഷേ അനുഗ്രഹങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ, കറമ്പന്മാരുടെ ഇടയിൽ, ബ്ലാക്സിന്റെ ഇടയിൽ, വൈറ്റ്സിന്റെ ഇടയിൽ, മറ്റു സമുദായക്കാർ, കെനിയക്കാര്, നീഗ്രോസ്, നൈജീരിയക്കാര്. ഹല്ലേലൂയ. മലയാളി പെന്തക്കോസ്ത് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല. പ്രസംഗങ്ങൾ ഒരുപാടുണ്ട്. യൂട്യൂബ് തുറന്നാൽ മലയാളിയുടെ പ്രസംഗമാണ് നമ്പർ 1. യൂട്യൂബ് പൊട്ടിത്തെറിക്കുന്ന പോലെ, ഡേറ്റ പൊട്ടിത്തെറിക്കുന്ന പോലെ കാര്യങ്ങൾ മലയാളിക്കേ ഉള്ളൂ. സായിപ്പ്മാർക്ക് അത്രയും വെളിപ്പെട്ടിട്ടിട്ടില്ല. പക്ഷെങ്കിൽ മലയാളി ആ കിട്ടിയതിനനുസരിച്ച് ഉയർത്തപ്പെടാത്തതിന്റെ കാര്യം തന്നെ, സ്തോത്രം, അവന്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടില്ല, സ്വഭാവം മാറിയിട്ടില്ല. സ്തോത്രം.
ഇത് ഞാൻ ചുമ്മാ ഒന്നും പറയുന്നതല്ല. വചനം ഇരുന്നും ഗണിച്ചും കുണിച്ചും പഠിച്ച് എന്തോ അനുഗ്രഹം പ്രാപിക്കാം. ദൈവമേ, ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സ്തോത്രം. മലയാളി അതെല്ലാം കേൾക്കും, റിസീവ് ചെയ്യത്തില്ല. പക്ഷേ മറ്റു രാജ്യക്കാർ അതൊക്കെ കേൾക്കും, അത് റിസീവ് ചെയ്യും. നമ്മൾ അവനെ നോക്കി പറയും, അവൻ്റെ വസ്ത്രധാരണം അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് വന്നു, തലമുടി അങ്ങനെ വെട്ടി. നമ്മളിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളിൽ തന്നെ ഒതുങ്ങിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. സഹോദര, നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ കരട് തപ്പി നീ പോകരുതേ. നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ കരട് തപ്പി പോകരുതേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ രീതികളൊന്ന് മാറണം. സ്തോത്രം. നമ്മൾക്ക് ഇത്രയും നാൾ നമ്മൾ നടന്നിട്ട് വല്ല അനുഗ്രഹം കിട്ടിയോ? നമ്മൾ ഇത്രയും നാൾ നടന്ന ട്രാക്കിൽ കൂടെ നമുക്കൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ട്, ഞാൻ പല ട്രാക്കിൽ കൂടെ പോയി നോക്കി, പലതിനകത്ത് നിങ്ങളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. എൻ്റെ പേര് സമം പരാജയം എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡെഫിനേഷനില്ല. നിങ്ങൾക്ക് പലരും അറിയാം. എൻ്റെ ചെറുപ്രായം മുതൽ പരാജയം, ജനിച്ച് വീണപ്പോൾ തൊട്ട് പരാജയം. പക്ഷെ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് കാണിച്ചു തന്നു, ഇങ്ങനെയുള്ള മാർഗത്തിൽ നടന്നാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ചെയ്താൽ, ഇങ്ങനെയുള്ളത് ചെയ്യാതിരുന്നാൽ, അത് ചെയ്താൽ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത, ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കാത്ത, ദൈവം എന്നെ നടത്താത്ത, ദൈവം എന്നോട് സംസാരിക്കാത്ത ഒരു ദൂതും ഒരു വേദിയിലും ഞാൻ കൈമാറത്തില്ലെന്ന് എന്നെ വിളിച്ച നാൾ മുതൽ ഞാൻ ദൈവത്തിന് ഉടമ്പടി എടുത്തിരുന്നു. സ്തോത്രം. ദൈവം എനിക്ക് ചെയ്യാത്ത ഒരു സൗഖ്യങ്ങളും ഞാൻ പറയത്തില്ലെന്ന് ദൈവത്തോട് ഉടമ്പടി എടുത്തിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ആരും കേട്ടത് പ്രസംഗിക്കുകയല്ല, യൂട്യൂബിൽ നിന്ന് തപ്പിയെടുത്ത് പ്രസംഗിക്കുകയല്ല. സ്തോത്രം. ദൈവത്തിന്റെ അനുഭവം, കഴിഞ്ഞ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ അനുഭവമാണ് ആളുകളെ പ്രസംഗിക്കുന്നത്. അനുഭവം നിങ്ങളിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലും വിടുതലായി ഭവിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ആളുകളെ, സ്തോത്രം, നമുക്ക് വേഗത്തിൽ കടന്നു പോകാം. നമ്മളെ നടത്തുന്നത് എന്താണ്? സ്തോത്രം. ദൈവത്തിന്റെ ശക്തി. നമുക്കറിയാം, നമ്മൾ ദൈവമക്കളാണ്. നമ്മളെക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ ആ മഹാന്മാരായ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഒരു പെന്തക്കോസ്തുകാരന്റെ ലേബലിൽ ഞാൻ നീ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. യഥാർത്ഥ ഒരു പെന്തക്കോസ്ത് നിന്റെ ഉള്ളിൽ ജനിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ ഞാൻ പെന്തക്കോസ്തിന്റെ 3, 4, 5 തലമുറയായിരിക്കാം. That doesn't matter to God. ദൈവത്തിന് അത് വിഷയമല്ല. നീ ഒരു പക്ഷെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, 1-ാം തലമുറയാണെങ്കിൽ പോലും നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ ആത്മസാന്നിധ്യമുണ്ടെങ്കിൽ, എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നീ പരിശോധിക്കണം. എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് നീ പരിശോധിക്കണം, ഞാൻ ആത്മാവുമായിട്ടാണോ നടക്കുന്നത്? ആത്മാവ് എന്നോട് കൂടെയുണ്ടോ? ഹല്ലേലൂയ. ആത്മാവ് നിന്റെ കൂടെയില്ലെങ്കിൽ നമ്മൾ പറയും, കർത്താവേ, എന്നെ ഇത്രയും ആൾക്കാർ പരിഹസിച്ചിട്ടും പഴിച്ചിട്ടും നീ ഒന്നും ചെയ്യുന്നില്ലയോ? ചെയ്യത്തില്ല. കാരണം ആത്മാവ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് നിന്നെ തൊട്ടാൽ. പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഓർത്തോണം, എവിടെയോ ബന്ധം വിച്ഛേദിച്ചു പോയി. സ്തോത്രം. God wants you to be come back. ദൈവം ആഗ്രഹിക്കുന്നു നീ മടങ്ങി വരുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, ആത്മാവിന്റെ കൂട്ടായ്മയിലേക്ക്, ഹല്ലേലൂയ, മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 4:7 നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം, സമയം പോകുന്നതുകൊണ്ട്. മതി. സ്തോത്രം. എങ്കിലും ഈ അത്യന്ത ശക്തി, മുമ്പേ പറഞ്ഞ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ ആത്മശക്തി നമുക്ക്, സ്തോത്രം, നമ്മുടെ സ്വന്തമെന്നല്ല. ഹല്ലേലൂയ, സ്തോത്രം. നീ ഏത് താഴ്വാരത്തിൽ നിന്ന് നിലവിളിച്ചാലും അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവകരം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം വേറെയില്ല. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല. ഇത് നമ്മുടെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഇതെവിടെയാണ് പാർന്നിരിക്കുന്നത് അറിയാമോ? സ്റ്റീൽ പാത്രത്തിലല്ല, മൺകൂടാരത്തിൽ. എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന, നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആരാധിക്കുന്ന സഹോദരി, നിന്റെ തൊട്ടടുത്ത് ആരാധിക്കുന്ന ആ പിതാവ്, പ്രിയ സഹോദരൻ ഒരു മൺപാത്രമാണെന്ന് നീ മറന്നു പോകും. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ എതിർത്താൽ അത് ഉടയും. 2 പേരുടെയും കൃപ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് 2 പേരും കൃപയിലാണ് നിൽക്കുന്നത്. ഇത് 2 പേരും ഉടയാതിരിക്കുക നിങ്ങൾ എന്ന് ഓർത്തോണം. ഇത് എൻ്റെ പകർന്നിരിക്കുന്നത് ഈ ശരീരം എന്ന മൺകൂടാരത്തിൽ. എൻ്റെ അപ്പുറത്തിരുന്ന് ആരാധിക്കുന്ന ജോണോ, എബ്രഹാമോ, ശമൂവേലോ ആരായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മേൽ പാർന്നിരിക്കുന്നതും ഈ മൺകൂടാരത്തിൽ. സ്തോത്രം. ഇച്ചിവിടെ കട്ടിയുള്ള ഒരു പാത്രത്തിൽ ദൈവം നിനക്ക് പകരാമായിരുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം പറഞ്ഞില്ല, ഈ മൺകൂടാരത്തിൽ പകരുമ്പോൾ ഇച്ചൂടി നിങ്ങൾ കെയർ ചെയ്യും, ഇച്ചുകൂടി സൂക്ഷിക്കും, അല്പം കൂടി നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുവാനിടയായിത്തീരും. ഇത് അവസാനം വരെയും കർത്താവിന്റെ വരവ് വരെയും നമ്മളെ നിർത്തുന്ന ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവസഭകളിൽ ദൈവമക്കൾ മാത്രമാണ് ഇരുന്ന് ആരാധിക്കുന്നത്, നമ്മൾ ഓർക്കരുത്. നമ്മുടെ ദൈവസഭകളിൽ ഞാൻ പറഞ്ഞല്ലോ,
നമ്മൾ പലപ്പോഴും അഭിനയിക്കുന്നവരാണ്. നമുക്ക് ദൈവം മുമ്പാകെ അഭിനയിക്കുവാൻ കഴിയും, മനുഷ്യന്റെ മുമ്പാകെ പാസ്റ്ററെ കബളിപ്പിക്കുവാൻ കഴിയും. എന്നാൽ ദൈവത്തെ നമുക്ക് ഒരിക്കലും കബളിപ്പിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ച് നമ്മെ സഹായിക്കണം. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 28 and 29. ഗലാത്യർ 4:28-29. യെസ്. ഹല്ലേലൂയ. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അടുത്തൂടെ. മതി. സ്തോത്രം. അപ്പൊ ദൈവസഭയിലാണെങ്കിലും അന്ന് മുതൽ, ഹല്ലേലൂയ, ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും ദൈവസഭയിൽ പോലും എന്തുണ്ട്? ജഡപ്രകാരം ജനിച്ചതുമുണ്ട്, ആത്മാവിനാൽ ജനിച്ചതുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കൈയുയർത്തി സ്തോത്രം പറയുന്നു. നമ്മളെല്ലാവരും പാട്ടുപാടുമ്പോൾ കൈയടിച്ച് ആരാധിക്കുന്നു. നമ്മളെല്ലാവരും ഹല്ലേലൂയ പറയുന്നു. നമ്മളെല്ലാവരും സ്തോത്ര കാഴ്ച ഇടുന്നു. സ്തോത്രം. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഓർത്തോണം, ഏത് ദൈവസഭ, ആഗോള ദൈവസഭ, പൗലോസിന്റെ സഭയെ പോലും ജഡപ്രകാരം ജനിച്ചതുമുണ്ട്, ആത്മാവിനാൽ ജനിച്ചതുമുണ്ട്. നമുക്കിതിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പം. ഞാൻ താപ്പോട്ട് പെട്ടെന്ന് വരാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മാവിനാൽ ജനിച്ചവൻ എന്ത് ചെയ്തു? ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ നിനക്ക് നിരന്തര ഉപദ്രവം ലഭിക്കുന്നുണ്ടോ? സ്തോത്രം. ഓർത്തോണം, നീ ആത്മപ്രകാരം ജനിച്ചതും അത് ജഡപ്രകാരം ജനിച്ചതും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വെളിപ്പെടുത്തി തരാം, തിരിച്ചു തരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്തോത്രം. കൂടെ നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ആരെങ്കിലും, ദൈവവേദന അവകാശപ്പെടുന്ന ആരെങ്കിലും വാക്കുകൊണ്ട് നിന്നെ നോവിക്കുന്നുണ്ടോ? സ്തോത്രം. അത് ജഡപ്രകാരം ജനിച്ചതും നീ ആത്മാവിനാൽ ജനിച്ചതും. സ്തോത്രം. അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 30-ാമത്തെ വാക്യം ഗലേഷ്യൻസ്. യെസ്. സ്തോത്രം. തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയുടെ മകനെ പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വാതന്ത്ര്യയുടെ മകനോട് കൂടെ അവകാശിയാകില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൂത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായെന്ന് എനിക്കറിയാം. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ജഡപ്രകാരം ജനിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽക്കാലം ആത്മാവ് ദൈവസഭയോട് ദൂത് കൈമാറുന്നു. ഈ മേശയിലേക്ക് കൈനീട്ടുന്നതിന് മുമ്പേ നിങ്ങളുടെ അഹങ്കാരം കൊണ്ട്, സ്തോത്രം, നിങ്ങളുടെ അക്ഷമ കൊണ്ട്, നമുക്കറിയാം അബ്രഹാമിന് ജീവിതത്തിൽ ജഡപ്രകാരം ജനിക്കുവാൻ കാരണം ഒരു വാഗ്ദത്ത നിവർത്തി താമസിച്ചത് കൊണ്ട് അബ്രഹാം ഒരു കുറുക്കുവഴി തേടേണ്ടി വന്നു. അവിടെ ഒരു ഇസ്മായേൽ ജനിച്ചു. അതാണ് ജഡപ്രകാരം ജനിച്ച സന്തതി. നമ്മുടെ ജീവിതത്തിന്റെ അക്ഷമ കൊണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ താമസിച്ചത് കൊണ്ട്, എന്റെയും നിന്റെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി താമസിച്ചത് നിമിത്തം നമ്മളൊരു കുറുക്കുവഴി നേടിയിട്ടുണ്ടെങ്കിൽ അതാണ് ജഡപ്രകാരം വന്ന സന്തതി. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ആത്മാവ് സഭയോട് ദൂത് കൈമാറുന്നു. ഈ ഹല്ലേലൂയ മേശയിലേക്ക് കൈനീട്ടുന്നതിന് മുമ്പേ നീ ആ ജഡപ്രകാരം ജനിച്ചതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, നിന്റെ മേലൊരു അനുഗ്രഹം വന്ന് വീഴുവാനിടയായി തരും. ഇല്ലെങ്കിൽ ഈ അനാത്മീയതയുള്ളത് നിന്നെ എപ്പോഴും എന്ത് ചെയ്തെന്നറിയാമോ? ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ജഡപ്രകാരമുള്ളത് നിന്നെ എപ്പോഴും എന്ത് ചെയ്തുവെന്നറിയാമോ? പരിഹസിച്ചുകൊണ്ടിരിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ജഡം നമ്മിലുള്ളിടത്തോളം ദൈവത്തിൽ നിന്ന് ഒരവകാശവും ലഭിക്കുകയില്ല. ഹല്ലേലൂയ. ജഡത്തിന്റെ എന്തെങ്കിലും നമ്മളിലുള്ളിടത്തോളം, നമ്മൾ മനുഷ്യരാണ്, യെസ്, ഓഫ് കോഴ്സ്, എന്നാൽ നമുക്കിതിനെ ജയിക്കുവാനുള്ള അത്യന്ത ശക്തി ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ചില ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവർക്ക് ഈ ജഡത്തിന് എന്തെങ്കിലും കയറിയാൽ അറിയത്തില്ല, അതുമായിട്ട് അങ്ങ് മിങ്കിൾ ചെയ്ത് അങ്ങ് പൊക്കോണ്ടിരിക്കുക. അത് അവരുടെ ഒരു വീക്ക്നെസ് ആയിട്ട്, അത് അവരുടെ ഒരു ബലഹീനത എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ബലഹീനതയാക്കി, ഒരലങ്കാരമാക്കി കൊണ്ട് നടക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പ്രിയ സഹോദര, പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം, സ്തോത്രം, കോംപ്രമൈസ് ചെയ്യാത്ത ചില വിഷയങ്ങൾ ഒന്നാണ് നമ്മുടെ ഉള്ളിലുള്ള ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ. ഹല്ലേലൂയ. കുറുക്കു വഴിയിലൂടെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കരുത്. നീ അല്പസമയമെടുത്താലും, ചിലപ്പോൾ ഒരു പക്ഷെ വൈകിയാലും നീ ഭയപ്പെടേണ്ട. കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, യോഹന്നാൻ എല്ലാത്തിലും മാറി നിന്ന് അവന് മുമ്പോട്ട് വരാൻ താല്പര്യം, നിന്റെ അനുഗ്രഹങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല.
തക്ക സമയത്ത് നിന്നെ കൊണ്ടുവന്ന് നിർത്തേണ്ടിടത്ത് ദൈവം നിന്നെ കൊണ്ടു നിർത്തും. എന്നോട് കൂടെ സുവിശേഷ വേല ഇറങ്ങിയ പലരും ഒരുപാട് ഉന്നത സ്ഥാനത്തായിട്ടുണ്ട്. സ്തോത്രം. അവർ സ്വയം അഡ്വർടൈസ് കൊടുത്തിട്ട് സ്തോത്രം ദൈവവേലയിൽ ഉയർന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരുപടി പിന്നിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ ഒരു വേദിയും ഒരു മനുഷ്യനോട് പോലും ചോദിക്കുകയോ ഒരു വേദിയിൽ പോയിരുന്നാൽ അവിടെ പോയി ഇരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കാരണം സ്തോത്രം എനിക്ക് ഇച്ചിരി പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എനിക്കിഷ്ടവും. എന്നുകൊണ്ടത് നിന്റെ അനുഗ്രഹങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല. സ്തോത്രം. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവിൻ. സ്തോത്രം. അപ്പോൾ ആത്മാവിനെ പ്രാപിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നു? സ്തോത്രം. ആത്മാവിനാൽ നടത്തപ്പെട്ട നമ്മൾ ദൈവത്തിന്റെ മക്കൾ. ഒരു പടിയോടെ പറഞ്ഞ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് വേഗത്തിൽ ദൈവസ്ഥലിരിക്കാം. റോമർക്ക് എഴുതിയ 8:15. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴും ഈ അവധിക്ക് വന്ന ഒരുപാട് ഭയമുള്ള ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഭയമാ, തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഭയമാ. സ്തോത്രം. ഭയം എന്തായാലും പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല. പിന്നെ എവിടെ നിന്ന് വരുന്ന? ദുഷ്ടനിൽ നിന്ന് വരുന്ന അല്ലേ? സ്തോത്രം. അപ്പൊ ഭയമുള്ളപ്പോൾ തന്നെ ഓർത്തോണം, ദുഷ്ടന്റെ എന്തൊക്കെയോ സെറ്റപ്പുകൾ, എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഭയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഏത് വിഷയത്തിലാണെങ്കിലും, നിങ്ങളുടെ തലമുറയുടെ പരാജയത്തെ കണ്ട് ഒരുപക്ഷെ പിശാചിനെ ഭയപ്പെടുത്തിയേക്കാം. ആരോട് ഓമന പറഞ്ഞതുപോലെ ആ മരണത്തെ കാണിച്ച് ഭയപ്പെടുത്തിയേക്കാം. സ്തോത്രം. എങ്കിൽ നീ ഭയപ്പെടുവാനുള്ളവനല്ല. ദൈവമാണ് നിന്റെ ആയുസ്സിനെ നിശ്ചയിക്കുന്നത്. രോഗമല്ല നിന്റെ ആയുസ്സിനെ നിശ്ചയിക്കുന്നത്. ദൈവമാണ് നിനക്ക് ഹല്ലേലൂയ അവസരങ്ങൾ ഇട്ടിരിക്കുന്നത്. ദൈവമാണ് നിന്റെ ആയുസ് ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഭയമുള്ളിടത്തോളം കാലം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്നെ വചനം വായിച്ചപ്പോൾ ഏറ്റവും ഭയപ്പെടുത്തിയൊരു കാര്യം, അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അവിടെ യേശുവിന് പോലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ലെന്ന് ഞാൻ ഞെട്ടിപ്പോയി. സ്തോത്രം. അവരുടെ ഭയവും അവിശ്വാസവും ഹൃദയകാഠിന്യവും കാരണം യേശുവിന് പോലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്ന ഈ ചെറിയവനായ എനിക്കും കർത്താവിന്റെ ദാസനൊക്കെ എത്ര തൊണ്ട കീറിയിട്ട് എന്താ കാര്യം? ആമേൻ. നിങ്ങളിൽ തന്നെ ഹല്ലേലൂയ ഒരു മോട്ടിവേഷൻ ചെയ്യണം. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും എഴുത്ത് വീഴുകയില്ല. ഇന്ന് പിശാച് കാണിക്കുന്ന ഈ വെല്ലുവിളികൾ, ഈ വിരട്ടുകൾ ഒന്നും എൻ്റെ മുമ്പിൽ പോകുകയില്ല. ഞാൻ പിടിച്ചിരിക്കുന്നത് ക്രിസ്തുവായ പാറമേൽ, ഞാൻ നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേൽ. ഹല്ലേലൂയ. ആ ഉറപ്പുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ജഡത്തിൻ്റെ സന്തതിയെ പുറത്താക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ജഡത്തിന്റെ പ്രവൃത്തികളെ പുറത്താക്കുക. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാൻ 8:35-36 വാക്യത്തിൽ നമുക്ക് കാണാം, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഒരുപക്ഷെ നിങ്ങൾ മകനും മകളുമായി തീർന്നേക്കാം. ഒരുപക്ഷെ ആത്മാവിന്റെ നടത്തിപ്പിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിലും ഒരു യഥാർത്ഥമായ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കത്തില്ല. ഞാൻ എപ്പോഴും നിമിഷോട് പറയും, എൻ്റെ ഭാര്യയോട് പറയും, ഞാൻ എൻ്റെ സഭയിൽ പ്രസംഗിക്കും, എൻ്റെ ഈ പ്രായം വരെ എൻ്റെ ഒരു 24 വയസ്സ് മുതൽ ഈ പ്രായം വരെ ഒരു വിഷയത്തിനും, ഒരു കടഭാരത്തിനും, ഒരു രോഗത്തിനും, മരണത്തിൻ്റെ ഒരു താഴ്വരയ്ക്ക് എന്നെ കുലുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് വെച്ചത്. നമ്മൾ വിശ്വാസമുണ്ടെന്ന് പറയുകയും നമ്മൾ നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഒരു പക്ഷേ ഇതിനെ പരീക്ഷിച്ചെന്ന് വരാം. അപ്പോൾ നീ പറയണം, കർത്താവേ നീ പറഞ്ഞിട്ടാണല്ലോ. ദൈവത്തിൻ്റെ മേളം ഇട്ടുകൊടുക്കണം. നിങ്ങളുടെ സകല ചിന്താകുരവും ഭാരവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ, അതിനെ പുലർത്താമെന്ന് പറഞ്ഞവൻ. സ്തോത്രം. നമ്മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. നമ്മുടെ മേലൊരു അഭിഷേകത്തിൻ്റെ ശക്തിയുണ്ട്. നമ്മളെ തിരഞ്ഞെടുത്തത് ചുമ്മാതെ ഇതുപോലെ അലഞ്ഞു നടക്കാനല്ല. നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ടിൽ റോയൽ ഫാമിലി, വില്യമിൻ്റെ അനിയനായ ഹല്ലേലൂയ രാജകുമാരൻ ഹാരി, താൻ ഒരു മറ്റ് റോയൽ അല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. മേഘൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവളൊരു സിനിമ നടിയാണ്. സ്തോത്രം. ഈ ഹാരിക്കും ഈ മേഘനും അവർ ഹോളിവുഡിലെ വലിയ സൂപ്പർ സ്റ്റാർസ് ആണ്. ഈ സിനിമ നടിയായി കല്യാണം കഴിച്ച ഈ രാജകുമാരൻ, അവന് ഈ റോയൽ അധികാരത്തിനകത്ത് നിൽക്കുവാൻ കഴിയാഞ്ഞത് കൊണ്ട് അവന് ഈ സിനിമ എന്ന് വെച്ചാൽ ഈ സ്റ്റാർ ആയിട്ടുള്ള മേഘൻ്റെ കൂടെ നടക്കണം. അവന് ബോളിവുഡിന്റെ കാര്യങ്ങൾ അവിടെയൊക്കെ പങ്കെടുക്കണം. പക്ഷെ വില്യമിനെ നിങ്ങൾക്കറിയാം, വളരെ മര്യാദയുള്ള റോയൽ കുടുംബത്തോട് ചേർന്ന് അതിൻ്റെ ചട്ടപ്പെട്ടത്തിനകത്ത് നിയമവ്യവസ്ഥകൾക്കകത്ത് നിൽക്കുന്നവനാണ്. പക്ഷെ ഹാരിക്ക് അങ്ങനെ നിൽക്കുവാൻ കഴിയത്തില്ലെന്ന് കുടുംബത്തിൽ പറഞ്ഞു. അതുകൊണ്ട്
ഇംഗ്ലണ്ട് രാജകുടുംബം അവൻ്റെ റോയൽഷിപ്പ് എടുത്തു കളഞ്ഞു. എന്ന് വെച്ചാൽ അവനിപ്പോൾ റോയൽറ്റിക്കകത്തല്ല, റോയൽഷിപ്പിന് പുറത്താണ്. സ്തോത്രം. ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്നറിയാമോ? നീ ഞാനും അഭിഷേകം പ്രാപിച്ച്, ദൈവ പൈതലായ അധികാരം പ്രാപിച്ച്, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാലത്ത് നടന്നിട്ട് നീ എപ്പോഴെങ്കിലും ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെയും നിൻ്റെയും അവസ്ഥ ഇതാണ്. നീ രാജകീയ അഭിഷേകത്തിന് പുറത്തു പോകേണ്ടി വരും. എന്നും ഈ രാജകീയ അധികാരത്തിൽ, ഈ രാജകീയ റോയൽ പ്രൊട്ടക്ഷനകത്ത്, ഈ കിങ്ഷിപ്പിനകത്ത് നീ നിൽക്കുമെന്ന് നീ വിചാരിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ നീ രക്ഷയെ പ്രാപിച്ചതിന് ശേഷം ഇത് നഷ്ടപ്പെട്ടേക്കാം, നീ പുറത്തു പോയേക്കാം. നീ കിടന്ന് കറങ്ങുന്നില്ലേ, വലയുന്നില്ലേ? കർത്താവ് എന്തിനാണെന്ന് ചോദിച്ചില്ലേ? സ്തോത്രം. ഒരുപക്ഷെ നിന്റെ അധികാരം നഷ്ടപ്പെട്ട് നീ നടക്കുകയായിരിക്കാം. നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ അവൻ നിന്നെ ചേർക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നിന്നെ മടക്കി വരുത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഒരുപാട് വാക്യങ്ങൾ കയറി വരുന്നുവെങ്കിലും നമുക്കറിയാം നാം ആത്മാവിനോട് കൂടെ നടന്നാലുള്ള ഗുണങ്ങൾ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 5 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാം, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 8:39, ഫിലിപ്പോസ് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. ആത്മാവ് നിന്നെ പ്രതിസന്ധികളുടെ നടുവിൽ ആ കൈകളിൽ എടുത്തുകൊണ്ടു പോകും. നീ പ്രതിസന്ധി വരുമ്പോൾ നീ ദൈവത്തോട് കൂടെയാണ് നടക്കുന്നതെങ്കിൽ ആത്മാവ് നിന്നെ എടുത്തുകൊണ്ടു പോകും. എത്ര പേർക്ക് അനുഭവമുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ മേശയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമ്മളെ തന്നെ ദൈവസ്ഥനിൽ സമർപ്പിക്കാം. ആ ക്രൂശിനെ ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥനിൽ നമുക്ക് ധ്യാനിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം എനിക്കെന്ന ക്രൂശിനോട് ബന്ധപ്പെട്ട ഒരു പാട്ടുണ്ട്. അതിൻ്റെ 2 അരികൾ പാടി ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ആളൊഴിഞ്ഞതാ കാൽവരി ക്രൂശിലേഖനായി ആരിതോ, ആളൊഴിഞ്ഞതാം കാൽവരി ക്രൂശിലേഖനായി ആരിതോ, ആളറിയാത്ത പോലെയൻ സ്നേഹസ്വരൂപൻ നിൽപ്പതോ, ആളറിയാത്ത പോലെയൻ സ്നേഹസ്വരൂപൻ നിൽപ്പതോ, ആളൊഴിഞ്ഞതാം കാൽവരി ക്രൂശിലേഖനായി ആരിതോ, ആളൊഴിഞ്ഞതാം കാൽവരി ക്രൂശിലേഖനായി ആരിതോ, അന്ധതയാം നോവിൻ മൂടുപടം ചാർത്തി വിതുമ്പി നിന്നു പ്രപഞ്ചമാകെ, അന്ധതയാം നോവിൻ മൂടുപടം ചാർത്തി വിതുമ്പി നിന്നു പ്രപഞ്ചമാകെ, തിരുമുറിപ്പാടുകൾ നൊമ്പരമെല്ലാം ഏറെ സഹിച്ചൊരു കരുണാമയൻ, തിരുമുറിപ്പാടുകൾ നൊമ്പരമെല്ലാം ഏറെ സഹിച്ചൊരു കരുണാമയൻ, തൻ തിരുജീവനെ മന്നിതിലേകിടാൻ കന്യകയിൽ പൂജാതനായി, തൻ തിരുജീവനെ മന്നിതിലേകിടാൻ കന്യകയിൽ ഭൂജാതനായി, കന്യകയിൽ ഭൂജാതനായി, ആളൊഴിഞ്ഞതാം കാൽവരി ക്രൂശിലേഖനായി ആരിതോ, ആളൊഴിഞ്ഞതാം കാൽവരി ക്രൂശിലേഖനായി ആരിതോ. ക്രൂശിലേഖനായി. ഹല്ലേലൂയ. എല്ലാവരും മാറിപ്പോയപ്പോൾ എനിക്കും വേണ്ടി നിനക്കും വേണ്ടി നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, യോഹന്നാൻ പറഞ്ഞ ഇത്ര വലിയ സ്നേഹം, അതൊരു പ്രാവശ്യം കൂടി ഓർക്കുവാൻ, ആ കാൽവരി ധ്യാനിക്കുവാൻ ദൈവം നമുക്കിടയാക്കിയല്ലോ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരുന്നു കൊള്ളുന്നു.